മാണ്ഡവ്യോപനിഷത്ത് സർവം ഹേതദ് ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ്. ഇതാണ് രണ്ടാമത്തെ മന്ത്രം. ഒന്നാമത്തെ മന്ത്രം ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. അതിന്റെ ഭാഷ്യത്തിൽ ഭാഷ്യകാരൻ തുടർന്ന് പറയുന്നു, അഭിധാന അഭിധേയോ രേകത്വേവി അഭിധാന പ്രാധാന്യേന നിർദ്ദേശഃ കൃതഃ. മുമ്പ് പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. അഭിധാന അഭിധേയങ്ങൾക്ക് ഏകത്വമുണ്ടെങ്കിലും അഭിധാനം വാചകം, അഭിധേയം വാച്യം, അഭിധാനം വാക്ക്, അഭിധേയം അർത്ഥം, വാക്കും അർത്ഥവും, അഭിധാന ശബ്ദം, അഭിധേയം വസ്തു, ആ ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്ന വസ്തു എല്ലാം ഒന്ന് തന്നെ. അങ്ങനെ ഇവയ്ക്ക് താൻ പരസ്പരം ഏകത്വമുണ്ടെങ്കിലും അഭിധാന പ്രാധാന്യേന നിർദ്ദേശകത. മുമ്പ് പറഞ്ഞത് അഭിധാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. എങ്ങനെ? ഓം, സർവവാക്കും ഓമാണ് എന്നാണ് മുമ്പ് പറഞ്ഞത്. അഭിധേയത്തിന് പ്രാധാന്യം കൊടുത്ത് പറയുമ്പോൾ എങ്ങനെ? സർവവും ബ്രഹ്മമാണ് എന്ന് പറയും. അപ്പൊ രണ്ടും ഒന്ന് തന്നെ. സർവവും ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സർവവും ബ്രഹ്മം എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെ. എന്തുകൊണ്ട്? ഓം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ തന്നെ, ബ്രഹ്മത്തിന്റെ വാചകമാണ് ഓം എന്ന് പറഞ്ഞു. എന്നാലും ആദ്യം ആ രീതിയിൽ പറഞ്ഞു. രണ്ടിന്റെയും താല്പര്യം ഒന്നായതുകൊണ്ട് സർവശബ്ദങ്ങളും ഓങ്കാരത്തോട് അഭേദമായിരിക്കുന്നു, സർവ അർത്ഥങ്ങളും ശബ്ദത്തോട് അഭേദമായിരിക്കുന്നു, സർവവും ശബ്ദവും അർത്ഥവും എല്ലാം ബ്രഹ്മത്തോട് അഭേദമായിരിക്കുന്നു. അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ അഭിധാന അഭിധേയങ്ങൾക്കുള്ള ഏകത്വം എന്ന് പറയുന്നതും കഴിഞ്ഞ ദിവസം നമ്മൾ വ്യക്തമാക്കിയതാണ്. അഭിധാന ശബ്ദവും അർത്ഥവും ഏകമാണ് എന്ന് പറയുമ്പോൾ ശബ്ദവും അർത്ഥവും ഒന്നാണെന്ന് സാധാരണ വാച്യാർത്ഥത്തെ ഗ്രഹിക്കരുത്. അതായത് ശബ്ദം തന്നെ അർത്ഥം, അങ്ങനെ മനസ്സിലാക്കരുത്. ഇവിടെ പറയുന്നതിന്റെ വാച്യാർത്ഥം അത് തന്നെ. എന്താണ്? അഭിധാന അഭിധേയോ രേകത്വം. ശബ്ദത്തിനും ശബ്ദവും അർത്ഥവും ഒന്നാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ധരിച്ചു എന്താണ്? ശബ്ദം തന്നെയാണ് അർത്ഥം. അതിനെ ശരിക്കും ഭാഷാന്തരം ചെയ്തു കഴിഞ്ഞാൽ അത്രേ അർത്ഥം വരത്തുള്ളൂ. ശബ്ദത്തിൽ നിന്ന് വേറിട്ട അർത്ഥമില്ല, ശബ്ദം തന്നെയാണ് അർത്ഥം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിശദീകരിച്ചാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി എന്ന് പറയുന്ന ശബ്ദം അത് തന്നെയാണ് അഗ്നി എന്ന് പറയുന്ന പദാർത്ഥം എന്ന് വരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് വേറിട്ട് പാകം തുടങ്ങിയ കാര്യങ്ങൾക്ക് അഗ്നി എന്ന് പറയുന്ന അർത്ഥത്തിന്റെ വസ്തുവിന്റെ ആവശ്യം വേണ്ടി വരത്തില്ല. ദോഷം വരുന്ന എന്താണ്? അഗ്നി എന്നുള്ള ശബ്ദം ഉച്ചരിക്കുമ്പോൾ തന്നെ വായു കത്തിപ്പോവും. എന്തുകൊണ്ട്? ശബ്ദവും അർത്ഥവും വേറെ വേറെയല്ല, ശബ്ദം തന്നെ അർത്ഥം. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ആനന്ദഗിരിയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഇതിനെ ഏകമെന്ന് പറയുന്നു? സർവത്തെയും ഏകമെന്നാണ് ഇവിടെ പറയുന്ന അദ്വൈതം. ഇവിടെ രണ്ടാമതൊന്നില്ല, എല്ലാം ഏകം തന്നെ, ഏകമായ പരമാത്മാവ് തന്നെ. ആ അർത്ഥത്തിലേ എല്ലാം ഏകമെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നാനാത്വം ഇങ്ങനെ നിലനിൽക്കുന്നു, നാനാരൂപത്തിൽ. ആ നാനാത്വത്തെ നമുക്ക് മറ്റു ഏതെങ്കിലും തരത്തിൽ ഒന്നാക്കാൻ കഴിയത്തില്ല. ഏകമായ സത്തിൽ, പരമാത്മാവിൽ ഈ ശബ്ദാർത്ഥങ്ങളെല്ലാം ആരോപിക്കപ്പെട്ടിരിക്കും. അല്ലെങ്കിൽ ഏകമായ സത്തിൽ, പരമാത്മാവിൽ ഇതെല്ലാം പ്രതീതമാകും. അതുകൊണ്ട് നമുക്കിതിനെല്ലാം ഏകമെന്ന് വിളിക്കാം. ആ രീതിയിലാണ് ഇവിടെ ഏകത്വത്തെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ രണ്ടു വസ്തുക്കൾ ഒന്നാണെന്ന് പറയുകയാണ്. രണ്ടു വസ്തുക്കൾ ഒന്നാണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ആദ്യം വസ്തുവിനെ രണ്ടായി അംഗീകരിക്കണം. പിന്നീട് അതിനെ ഒന്നായിട്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒന്നാക്കണം. പാലും വെള്ളവും രണ്ടു വസ്തുക്കളാണ്, അതിനെ കലർത്തി കഴിഞ്ഞാൽ ഒന്നാകും. അതുപോലെ ഒന്നാക്കുകയല്ല ഇവിടെ ചെയ്യും. അല്ലെങ്കിൽ രണ്ട് ഭിന്ന വസ്തുക്കൾ ഒന്നാക്കുക എന്ന് പറയുകയല്ല.
ഇതെല്ലാം ശബ്ദാർത്ഥങ്ങളെല്ലാം ആ ഏകമായ സത്തിൽ ആരോപിച്ചിരിക്കുന്നു. അതിൽ പ്രതീതമാകുന്നു, അതിൽ നിലനിൽക്കുന്നു. സത്തിനെ നമ്മൾ ഏകമെന്ന് കൽപ്പിക്കുന്നു. അവിടെ നാനാത്വമില്ല. അതുകൊണ്ട് സർവവും ഏകമാണ്. ആ രീതിയിൽ മനസ്സിലാക്കണമെന്ന് ഇവിടെ പറയുന്നു. ആദ്യം ശബ്ദത്തിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞു. എങ്ങനെ? ഓം ഇത്യേതദക്ഷരമിതം സർവം. ഓം എന്ന് പറയുന്ന അക്ഷരം തന്നെയാണ് ഇത് സർവവും. ഓം ബ്രഹ്മവാചകമാണെങ്കിൽ ഓം തന്നെയാണ് ഇതെല്ലാം, ബ്രഹ്മം തന്നെയാണ് ഇതെല്ലാം. ഇത്യാദി അഭിധാന പ്രാധാന്യേന നിർദ്ദിഷ്ടസ്യ. അങ്ങനെ അഭിധാനത്തിന് ശബ്ദത്തിന് പ്രാധാന്യം കൊടുത്ത് ആദ്യം പറഞ്ഞു. പിന്നെ അവിധേയ പ്രാധാന്യേന നിർദ്ദേശം. ഇവിടെ എന്താണ് പറയുന്നത്? സർവം ഹേത് ബ്രഹ്മ. നേരത്തെ പറഞ്ഞു ഇതെല്ലാം ഓമാണ്. ഇപ്പൊ പറയുന്നു ഇതെല്ലാം ബ്രഹ്മമാണ്. അവിധേയ പ്രാധാന്യത്തോടുകൂടി പറയുന്നു. എന്തിനും അഭിധേയോ രേകത്വ പ്രതിപത്യർത്ഥം. ഇവിടെ ശബ്ദവും അർത്ഥവും ഒന്ന് തന്നെ എന്ന് പറയുമ്പോൾ അവിടെ ശബ്ദത്തിനോ അർത്ഥത്തിനോ പ്രാധാന്യമില്ല. ശബ്ദത്തിനും അർത്ഥത്തിനും തുല്യസ്ഥാനമേ ഉള്ളൂ. എന്തുകൊണ്ട്? ശബ്ദവും അർത്ഥവും ആരോപിതമാണ്. ശബ്ദവും അർത്ഥവും ബ്രഹ്മത്തിൽ നിലനിൽക്കുന്നതാണ്. ശബ്ദത്തിനും അപ്പുറമാണ്, അർത്ഥത്തിനും അപ്പുറമാണ് ബ്രഹ്മം. പരമാത്മാവ് ഇതിനെല്ലാം അതീതമാണ്. അതിനെ നമുക്ക് ശബ്ദമായി ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ശബ്ദത്തിന്റെ അർത്ഥമായും അതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നും അതിനെ ധരിക്കാനൊക്കത്തില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അഭിധാന അഭിധേയ ഏകത്വ പ്രതിപത്തി. ആദ്യം ഇത് സർവവും, ഈ ശബ്ദാർത്ഥങ്ങളെല്ലാം ഇത് രണ്ടും ആരോപിതമാണെന്ന് ധരിച്ചുകൊണ്ട് ഇതിനപ്പുറം ഉള്ളതാണ്. ശബ്ദാർത്ഥങ്ങൾക്ക് ശബ്ദത്തിന് വിഷയമാകാത്തതും അർത്ഥമായി നിർവചിക്കാൻ കഴിയാത്തതുമാണ് പരമാത്മ തത്വം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയിട്ടാണ് ഇതിന് ഏകത്വം പറയുന്നത്. ഇതരഥ അഭിധാന തന്ത്ര അഭിധേയ പ്രതിപത്തിരിത്തി അഭിധേയസ്യ അഭിധാനത്വം ഗൗണമിത്യാശങ്കാസ്യ. എപ്പോഴും എന്താണ്? അഭിധേയ പ്രതിപത്തി അഭിധാന തന്ത്രമാണ്. ശബ്ദാധീനമാണ് അർത്ഥബോധം എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒരു വസ്തുവിനെ കുറിച്ചുള്ള ബോധം ശബ്ദത്തിന് അധീനമാണ്, അല്ല വസ്തുബോധം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ശബ്ദം ഇല്ലെങ്കിൽ ആണ് വാസ്തവത്തിലുള്ള അന്ധത എന്ന് പറയുന്നത്. സങ്കല്പിക്കുന്നതിന് ശബ്ദം വേണം. നമ്മൾ അർത്ഥത്തെക്കുറിച്ച് സങ്കല്പിക്കുമ്പോൾ ആ സങ്കല്പത്തിന് സഹായിക്കുന്നത് ശബ്ദമാണ്. അങ്ങനെ ഒന്നിന് പ്രാധാന്യവും ഒന്നിന് അപ്രാധാന്യവും ഉണ്ടെങ്കിലും പരബ്രഹ്മവുമായി താരതമ്യപ്പെടുത്തി ഇതിനെ ചിന്തിക്കുമ്പോഴോ ഇത് രണ്ടും തുല്യമാണ്. അഭിധാന അഭിധേയങ്ങൾ രണ്ടും തുല്യമാണ്. പ്രത്യേകിച്ച് അതിന് വിശേഷതയൊന്നുമില്ല. രണ്ടും നാനാത്വത്തിൽപ്പെടുന്നു, രണ്ടും ആരോപിതങ്ങളാണ്. അതുകൊണ്ട് ശബ്ദം മുഖ്യം, അർത്ഥം ഗൗണം എന്ന് സാധാരണഗതി പറയാമെങ്കിലും മുഖ്യമായ രീതിയിൽ അത് ശരിയല്ല. രണ്ടും ആരോപിതങ്ങളാണ്, രണ്ടും തുല്യമാണ്. ഇവിടെ ഇതിനെല്ലാം കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി ഇതിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശബ്ദത്തിന്റെ മഹത്വമോ അർത്ഥത്തിന്റെ മഹത്വമോ നമുക്ക് വിശേഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടില്ല. ശബ്ദാർത്ഥങ്ങൾക്ക് അതീതമായിട്ടുള്ള അപ്പുറമുള്ള പരമാത്മ ബോധമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഏകത്വ പ്രതിപത്തേശ പ്രയോജനം അഭിധാന അഭിധേയോ രേഖീനയോ പ്രയത്നേന യുഗപത് പ്രവിലാപയൻ തദ്വിലക്ഷണം ബ്രഹ്മ പ്രതിപത്തിയത. ഇവിടെ അറിയേണ്ടത് ഇതൊന്നുമല്ല. നമ്മൾ വളരെയധികം വിശദീകരിക്കുന്ന ഈ ശബ്ദാർത്ഥ പ്രക്രിയകളെ മനസ്സിലാക്കണം. പക്ഷെ അത് മനസ്സിലാക്കുന്നത് അതിനെ അറിയാൻ വേണ്ടിയിട്ടല്ല, മറിച്ചോ അതിനെ ഏകേനൈവ പ്രയത്നേന യുഗപത് പ്രവിലാപയ, അതിനെ തിരസ്കരിക്കുന്നു. ഇതെല്ലാം ഒന്നാണെന്ന് ആദ്യം ധരിക്കുന്നു.
ശബ്ദാർത്ഥങ്ങളെല്ലാം ഒന്ന് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ ആ ഒന്നായ ഈ ശബ്ദാർത്ഥങ്ങളെ നിഷേധിച്ചിട്ട് അതിനപ്പുറമുള്ള പരമാത്മ തത്വത്തെ ബുദ്ധി ബോധിക്കുന്നു. അദ്വൈത സാധനയിൽ മുഖ്യമായിരിക്കുന്ന എന്താണ്? ബോധ്യം, ബുദ്ധിയുടെ ബോധ്യമാണ്. അതല്ല പ്രധാനം, ആത്യന്തികമായ അതല്ല ലക്ഷ്യം. എന്നാൽ അത് പ്രധാനമാണ്. ആത്യന്തികമായത് പ്രധാനമല്ലെങ്കിലും ആദ്യം പറയുന്ന കാര്യങ്ങൾ ബുദ്ധിക്ക് പിടികിട്ടണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് അനുഭവത്തിലേക്ക് വരുന്നത്. ബുദ്ധിക്ക് ബോധ്യപ്പെടുന്നത് എങ്ങനെ ബോധ്യപ്പെടണം? പരമാർത്ഥത്തിൽ ഏകമേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, അത് മാത്രമേ സത്യമായിട്ടുള്ളൂ. ഈ കാണുന്ന നാനാത്വങ്ങളോ അത് നമ്മൾ സത്യമായിട്ടല്ല അനുഭവിക്കുന്നത്, ഏകമായിട്ടുള്ള അതിനെ അനുഭവിക്കുന്നത്. നമ്മുടെ അനുഭവത്തിൽ അതങ്ങനെയല്ല എങ്കിലും അതും ആ ഏകം തന്നെ, അതും ആ സത്യം തന്നെ എന്ന് ബോധിക്കണം. ഈ നാനാത്വ രൂപത്തിലിരിക്കുന്ന ഇത് എങ്ങനെയാ സത്യമാകും, ഏകമാകും? കാരണം ഇത് അതിൽ നിന്ന് വേറെ അല്ലാത്തതുകൊണ്ട്. ഇത് അതിൽ നിന്ന് വേറെ അല്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ഈ കാണുന്ന നാനാത്വത്തിന് അതിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല, സ്വതന്ത്രമായ ഒരു അസ്തിത്വം ഇതിനില്ല. സ്വതന്ത്രമായ ഒരു അസ്തിത്വം ഇതിനില്ലെങ്കിൽ ഇതിന്റെ അസ്തിത്വം നമുക്ക് അനുഭവപ്പെടുന്നത് ആ പരമാത്മാവിന്റെ അസ്തിത്വം തന്നെ. പരമാർത്ഥത്തിൽ ഈ കാണുന്നതെല്ലാം അത് തന്നെ. ആ രീതിയിൽ ബുദ്ധിക്ക് ബോധ്യപ്പെടുക. അതിനാണ് വിചാര സഹായിക്കുന്നത്. മറ്റേതെങ്കിലും ഒരു സാധനയാണെങ്കിൽ അവിടെ നമ്മോട് നിർദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ അരമണിക്കൂർ ഇന്നത് ചെയ്യുക, അരമണിക്കൂർ മറ്റൊന്ന് ചെയ്യുക, ഇന്ന മന്ത്രം ജപിക്കുക, ഇന്ന രൂപത്തെ ധ്യാനിക്കുക, അല്ലെങ്കിൽ ഇന്ന പൂജ ചെയ്യുക, ഇന്ന അനുഷ്ഠാനങ്ങൾ ചെയ്യുക എന്ന് സമയക്ലിപ്തതയോടുകൂടി പ്രത്യേകിച്ചൊരു അനുഷ്ഠാന മാർഗത്തെയാണ് അവിടെ നിർദ്ദേശിക്കുന്നത്. അല്ല ഓരോരോ സാധന മാർഗങ്ങൾ. അതൊന്നും അസംബന്ധമെന്നല്ല പറയുന്നത്. അദ്വൈതം ആ രീതിയിലല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? എന്താണോ ശ്രുതി പറയുന്നത് അത് നിങ്ങളുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുക. ആദ്യം ശരിയായ വസ്തുബോധം നിങ്ങളുടെ അന്ധകരണത്തിൽ ഉണ്ടാകുക. അതാണ് ആദ്യം നേടേണ്ടത്. അതിന് സഹായിക്കുന്ന തരത്തിൽ ഇതിനെ ശ്രവിക്കുക, ഇതിനെ മനനം ചെയ്യുക. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. അതാണ് ഇതിന്റെ തുടക്കം. അതിനുള്ള ബുദ്ധി സൂക്ഷ്മതയില്ല, അല്ലെങ്കിൽ അതിനുള്ള ഏകാഗ്രതയില്ല, ബുദ്ധിക്കാനുള്ള ക്ഷമതയില്ല, അല്ലെങ്കിൽ അതിന്റെ തനിമയിൽ ഉൾക്കൊള്ളുന്നതിനുള്ള ബുദ്ധിക്ക് വേണ്ടത്ര തെളിമയില്ല, അതായത് ബുദ്ധി ശുദ്ധിയില്ല. ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി മറ്റു കാര്യങ്ങൾ ചെയ്യും. ധ്യാനമോ ജപമോ മറ്റു യോഗങ്ങളോ ഒക്കെ ചെയ്യും. പക്ഷെ അദ്വൈതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ഇതിനൊന്നുമല്ല പ്രാധാന്യം. അദ്വൈത വിചാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെ ബുദ്ധിക്ക് ബോധ്യപ്പെടുത്തും. അതിനനുകൂലമായ രീതിയിൽ ചിന്തിക്കുക. ശ്രുതി മതതർക്ക എന്ന് പറയുന്നതാണ്. ശ്രുതി അനുസാരിയായി ചിന്തിക്കുക. ഭാഷ്യത്തിൽ അതാണ് ചെയ്യുന്നത്. ഭാഷ്യകാരൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അല്ല ഇവിടെ എവിടെയെങ്കിലും പറയാറുണ്ടോ? നിങ്ങളിത് ശ്രവിച്ചതിന് ശേഷം പോയിരുന്ന് ഇന്നത് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊന്ന് ചെയ്യുക, അങ്ങനെ പറയുന്നില്ല. ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളുന്നതിനുള്ള യോഗ്യതയില്ലെങ്കിൽ നിങ്ങളോട് പലതും ചെയ്യാൻ ആവശ്യപ്പെടും. ഇത് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനായി അവശേഷിക്കുന്നില്ല. അതാണ് പറയുന്നത് ഏകേനൈവ പ്രയത്നേന യുഗപത് പ്രവിതാപയൻ.
ഇവിടെ ഏക പ്രയത്നമേ ഉള്ളൂ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം. പരമാത്മാവിന്റെ നിജസ്ഥിതി എന്താണെന്ന് ബോധിക്കുക, പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വത്തെ ധരിക്കുക. ഇതേ ഉള്ളൂ. ഇത് രണ്ട് ഏകം പ്രയത്നമാണ്. ഇത് രണ്ട് കാര്യങ്ങളല്ല. ഇത് അവന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ടിവിടെ എന്ത് ചെയ്യുന്നു? ബ്രഹ്മത്തെ ഏകമായി പറയുന്നു. ബ്രഹ്മഭിന്നമായിരിക്കുന്ന സർവത്തെയും നമുക്ക് പൊതുവെ രണ്ടായി തിരിക്കാം. എന്താണ്? നാമാർത്ഥങ്ങൾ, ശബ്ദാർത്ഥങ്ങൾ. ശബ്ദാർത്ഥം എന്ന് പറയുമ്പോൾ പ്രപഞ്ചമായി, അല്ലെങ്കിൽ ബ്രഹ്മഭിന്നമായ സർവമായി. പരമാത്മാവിനെ നമുക്ക് ശബ്ദമായിട്ടോ അർത്ഥമായിട്ടോ എടുക്കാൻ പറ്റത്തില്ല. രണ്ടുമല്ല, ശബ്ദമല്ല അർത്ഥമല്ല. ബാക്കിയുള്ള ആത്മഭിന്നമായ സർവവും ശബ്ദാർത്ഥങ്ങളായി. ആ ശബ്ദാർത്ഥങ്ങളെ ഓരോന്നായിട്ട് ധരിച്ച് ഓരോന്നിനെയായിട്ട് നിഷേധിച്ച് ഈശ്വരബോധം എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം പ്രപഞ്ചം അനന്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോന്നോരോന്നായിട്ട് വിനയിപ്പിക്കാതെ അസാധ്യമാണ്. അതുകൊണ്ട് ആദ്യം അതിനെ രണ്ടായി ധരിക്കും. ഒന്ന് വേറെ രീതി പറയും, നാമവും രൂപവും. അത് തന്നെയാണ് നാമവും അർത്ഥവും എന്ന് ചുരുക്കി പറയുന്നത്. അതുകൊണ്ടാണ്. എന്നിട്ട് അതും ഒന്ന് തന്നെ. നാമമൊന്നും അർത്ഥമൊന്നും പറഞ്ഞുകൊണ്ട് രണ്ടില്ല. ഒന്നിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അതും ഒന്ന് തന്നെ. നമ്മളതിനെ രണ്ടായി ഗ്രഹിക്കുന്നു, നാമമായും അർത്ഥമായും ഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ അത് ഒന്ന് തന്നെ. ഒന്ന് രണ്ടായി പ്രതീതമാകുന്നതാണ്. അപ്പൊ ആ രണ്ടായിട്ടുള്ള പ്രതീതിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നതാണ് പരമാർത്ഥം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഏകേനയോ പ്രയത്നേന യുഗപത് പ്രവിലാപയൻ. ഇത് കൽപ്പിതമാണ് എന്നുള്ള ബോധം കൊണ്ട് ഇവിടെ വിലയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ മറ്റൊന്നിനെ ലയിപ്പിക്കുന്നത് പോലെ ഉള്ള ഒരു ലയന പ്രക്രിയ. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ലയം എന്ന് പറഞ്ഞാൽ ബാധയാണ് മുഖ്യമായിട്ട്, മുഖ്യാർത്ഥം. അത് സത്യമല്ല എന്ന് ബുദ്ധിക്ക് ബോധ്യപ്പെടുകയാണ്. തദ്വിലക്ഷണം ബ്രഹ്മ. ഈ കാണുന്ന ഈ ഭ്രാന്തിയിൽ നിന്നും വിലക്ഷണമായിരിക്കുന്ന, ഏകമായിരിക്കുന്ന, നിത്യമായിരിക്കുന്ന, സത്യമായിരിക്കുന്ന ഏതെല്ലാം തരത്തിൽ അതിനെ ബോധിക്കാമോ, ഇതിൽ നിന്ന് ഭിന്നമായിട്ട്, വിലക്ഷണം എന്ന് പറഞ്ഞാൽ ഭിന്നമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ ബോധിക്കണം. ബുദ്ധിക്ക് ബോധ്യപ്പെടണം ആദ്യം. എല്ലാവരും പറയും ഇതിനെക്കുറിച്ച് പറയുന്നതിനും ചിന്തിക്കുന്നതിനും ഒന്നും കാര്യമില്ല, അനുഭവമാണ് മുഖ്യമെന്ന് പറയും. അത് ശരിയാണ്, അനുഭവം തന്നെയാണ് മുഖ്യം. പക്ഷെ അനുഭവത്തിനുള്ള ഉപായം എന്താണ്? എങ്ങനെ അനുഭവം സാധ്യമാകും? ആ അനുഭവം സാധ്യമാകണമെങ്കിൽ ആദ്യം അത് അവന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെടും. അത് കഴിഞ്ഞാൽ പിന്നെ അത് അനുഭവത്തിലേക്ക്, ആ ബോധ്യപ്പെട്ട ബുദ്ധിയാണ് അതിനെ അനുഭവത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് പരോക്ഷമായ ജ്ഞാനം, പിന്നീട് അപരോക്ഷമായ ജ്ഞാനം എന്നെല്ലാം പറയും. അതാണ് ഇവിടെ മുഖ്യം. ശബ്ദാർത്ഥങ്ങളുടെ ഏകത്വമാണ് മുഖ്യം. തഥാചപക്ഷരി അടുത്ത് പറയുന്നു, പാദ മാത്ര മാത്രാശ്ച പാദ. ഈ പാദങ്ങൾ തന്നെയാണ് വിശ്വ, തൈജസ, പ്രാജ്ഞ, തുര്യൻ എന്നിങ്ങനെ പറയുന്ന ആ പാദങ്ങൾ. അതിൽ വിശ്വ, തൈജസ, പ്രാജ്ഞ. പിന്നെ മാത്രം അവളെ കുറിച്ച് പറയുന്ന അകാര, ഉകാര, മകാരങ്ങൾ. ഇത് ഏകമായി പറയുന്നു. വാസ്തവത്തിൽ ഗ്രഹിക്കേണ്ടത് വിശ്വ, തൈജസ, പ്രാജ്ഞനെയോ അകാര, ഉകാര, മകാരങ്ങളെയോ അല്ല. ഗ്രഹിക്കേണ്ടതെന്തിനെ? അമാത്രനായിരിക്കുന്ന തുര്യനെയാണ്. പക്ഷെ ആദ്യം ഇതിനെ മനസ്സിലാക്കി തരുന്നു. ഇതേകമാണെന്ന് ധരിക്കുക, എന്നിട്ട് വാസ്തവത്തിലുള്ള പരമാർത്ഥത്തിലുള്ള ഏകനെ ഗ്രഹിക്കുക. അതിനുവേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത്
സർവം ഹി ഏതത് ബ്രഹ്മ. ഓക്കെ, സർവം ഹി ഏതത് ബ്രഹ്മ. സർവം യദുക്തം ഓങ്കാര മാത്രമിതി തദ്ദേതത് ബ്രഹ്മ. നേരത്തെ പറഞ്ഞു എന്താണ്? ഓമിത്യേത് അക്ഷരമിതം സർവം. ഈ സർവവും, സർവ ശബ്ദങ്ങളും സർവ അർത്ഥങ്ങളും എല്ലാം ഓമാണെന്ന് പറഞ്ഞു. ഈ ഓം എന്ന് പറയുന്നതോ അത് ബ്രഹ്മമാണ്. തദ്ദേതത് ബ്രഹ്മ. ഓം എന്ന് പറഞ്ഞിട്ട് തന്നെ ബ്രഹ്മമെന്ന് എന്തുകൊണ്ട് പ്രത്യേകം പറയുന്നു? കാരണം ഓം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്, അത് കേവലം ശബ്ദമാണ്. ഓം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൽ ഉപരിയായൊരു ബോധം നമുക്കുണ്ടാകത്തില്ല. കാരണം നമ്മുടെ ജിഹ്വേന്ദ്രിയം കൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദമാണ്. ആ ശബ്ദത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഓം. മുമ്പ് പറഞ്ഞു എന്താണത്? പരമാത്മവാചകമാണ്. പരമാർത്ഥത്തിൽ സർവാത്മകമായിരിക്കുന്ന ആ ഓം അത് ബ്രഹ്മമാണ്. ഒരിക്കലും അങ്ങനെ ധരിക്കരുത് ബ്രഹ്മം ശബ്ദാത്മകമാണ്. നമ്മൾ ഈ ഉച്ചരിക്കുന്ന അല്ലെങ്കിൽ ശ്രവിക്കുന്ന ശബ്ദം അതാണ് ബ്രഹ്മം എന്നല്ല ഇവിടെ പറയുന്നു. അല്ലെങ്കിൽ ആ ശബ്ദം കൊണ്ട് നമ്മൾ ധരിക്കുന്നത് അതുമല്ല ബ്രഹ്മം. ഏതൊരു ശബ്ദം ഉച്ചരിച്ചാലും ഓം എന്നുള്ളതല്ല, ഏത് ശബ്ദം നമ്മൾ ഉച്ചരിച്ചു കഴിഞ്ഞാലും ആ ശബ്ദത്തിലൂടെ ഉള്ളിൽ നമ്മുടെ അന്ധകരണത്തിൽ ചൈതന്യം സ്ഫുരിക്കും. ചൈതന്യസ്ഫുരണം ഉണ്ടാവും. അതെന്താണ് അങ്ങനെ ചൈതന്യസ്ഫുരണം എന്ന് പറയുന്നത്? ശബ്ദ ഉച്ചാരണം എന്ന് പറയുന്നത് ജിഹ്വയുടെ ജോലിയാണ്. അതൊരു ക്രിയയാണ്, ഒരു പ്രവൃത്തിയാണ് ശബ്ദ ഉച്ചാരണം എന്ന് പറയുന്നത്. ശബ്ദം ഉച്ചരിക്കുക എന്ന് പറയുന്ന ഒരു യാന്ത്രികമായ പ്രവൃത്തിയാണ്. ശബ്ദം ജീവന് മാത്രമല്ല, അചേതനമായ വസ്തുക്കളിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്നതാണ്. പക്ഷേ ഒരു ജീവൻ ശബ്ദം ഉച്ചരിക്കുമ്പോൾ അവിടെയാണ് ചൈതന്യത്തിന്റെ സ്ഫുരണം ഉണ്ടാകുന്നത്. ഏത് ശബ്ദത്തിൽ ഉച്ചാരണത്തിൽ ചൈതന്യസ്ഫുരണം എന്ന് പറയുന്നത് എന്താണ്? ചൈതന്യസ്ഫുരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മസ്ഫുരണം അതുണ്ടാവും. ഓങ്കാരത്തിലല്ല, ഏത് ശബ്ദത്തിനും അതുണ്ടാവും. ജീവനിലെ അത് സംഭവിക്കും. ശബ്ദം എവിടെ നിന്നും ഉണ്ടാകാം. ശബ്ദം ഉച്ചരിക്കുമ്പോഴും ശബ്ദം ശ്രവിക്കുമ്പോഴും. ശബ്ദം ഉച്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ശബ്ദശ്രവണവും സംഭവിച്ചിരിക്കും. നമുക്ക് ശബ്ദം ഉച്ചരിക്കുന്നു, പക്ഷേ ശബ്ദം ശ്രവിക്കാതിരിക്കുക അത് സാധ്യമല്ല. അത് ശബ്ദത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരേ സമയം രണ്ട് പ്രവൃത്തി നടക്കും. മറ്റിന്ദ്രിയങ്ങൾക്കൊന്നും ആ ഒരു പ്രത്യേകതയില്ല. നമ്മൾ കാണുന്നു ഒരു വസ്തുവിന് ചക്ഷുരേന്ദ്രിയം കൊണ്ട്, അവിടെ കാണൽ മാത്രമേ നടക്കുന്നുള്ളൂ, മറ്റൊന്നും നടക്കുന്നില്ല. ആ സമയം നമ്മൾ ശബ്ദത്തെ ഉച്ചരിക്കുമ്പോൾ, അതാണ് ശബ്ദത്തിന്റെ മഹത്വം. നമ്മൾ ഉച്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശബ്ദം ശ്രവിക്കുകയും ചെയ്യും. സംശയം വേണ്ട. ചിലർ ചോദിക്കും, ചെവി അടച്ചിട്ടാണ് ഉച്ചരിച്ചാലോ? ബുദ്ധിയുള്ള ഒരു ചിലർ ചിലപ്പോൾ തർക്കുത്തരം ചോദിക്കും. സംശയം ഉണ്ടെങ്കിൽ നോക്കുക, ചെവി അടച്ചിട്ട് ഉച്ചരിക്കുക. ശബ്ദം നമ്മൾ കേൾക്കും, മറ്റുള്ളവരും കേൾക്കും. അത് ശബ്ദത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ചെവി അടച്ചിട്ട് ഉച്ചരിച്ചാലും നമ്മൾ കേൾക്കും. പക്ഷെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കത്തില്ല. ചെവി അടച്ച് അവനവൻ ഉച്ചരിക്കുന്ന അവനവന് കേൾക്കാൻ പറ്റും. ഏക സമയത്തിൽ തന്നെ സംഭവിക്കും. ഇവിടെ ശബ്ദ ഉച്ചാരണത്തിൽ തന്നെ ശബ്ദം ശ്രവിക്കുന്നതുകൊണ്ട് ശബ്ദ ഉച്ചാരണത്തിൽ ആണ് ചൈതന്യസ്ഫുരണം വ്യക്തമായി ഉണ്ടാകുന്നത്.
മറ്റ് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ ഇത്രയും സ്പഷ്ടമല്ല. ആ ചൈതന്യ സ്ഫുരണം എന്ന് പറയുന്നത് എന്താണ്? ആ ശബ്ദത്തെക്കുറിച്ചുള്ള ബോധം. അതാണ് ആ എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആ ഉച്ചരിക്കുന്ന ആ സമയം തന്നെ ഉള്ളിൽ ആ ശബ്ദബോധം ഉണ്ടാകും. ആ ബോധത്തെയാണ് ശബ്ദത്തെക്കുറിച്ചുള്ള സ്ഫുരണം എന്ന് പറയുന്നത്. ഏകാഗ്രമായി ഇവിടെ വ്യാഖ്യാതാക്കളും അക്കാര്യം പറയും. ഇത് പൊതുവെ ശബ്ദത്തിന്റെ ഒരു സ്വഭാവമാണ്. ഏത് ശബ്ദം നമ്മൾ ഏകാഗ്രമായോ അല്ലാതെയോ ഏത് ശബ്ദം ഉച്ചരിച്ചാലും ഉടൻ തന്നെ ഉള്ളിൽ ബോധസ്ഫുരണം ഉണ്ടാകും. ആ ബോധസ്ഫുരണം ഇതിൽ വിശേഷത എന്താണ്? ചില പ്രത്യേക ശബ്ദങ്ങൾ, ഓങ്കാരം പോലെയുള്ള ശബ്ദങ്ങൾ. ആ ശബ്ദങ്ങൾ ഏകാഗ്രമായ മനസ്സോടുകൂടി ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആ ബോധസ്ഫുരണം കൂടുതൽ സ്പഷ്ടമാകും. അതാണ് ഓങ്കാരം പോലെയുള്ള ശബ്ദങ്ങളെ ഉപാസനയ്ക്കും ജപത്തിനും മറ്റും വേണ്ടി ഉപയോഗിക്കുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കാരണം ഇവിടെ പറഞ്ഞു ഓം എന്ന് പറയുന്നത് പരമാത്മവാചകമാണ്. അത് പരമാത്മവാചകമായതുകൊണ്ട് ആ ശബ്ദം ഏകാഗ്രമായി ഉച്ചരിക്കുമ്പോൾ അവിടെ പരമാത്മസ്ഫുരണം വ്യക്തമായി ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ആ ശബ്ദത്തെ എടുത്ത് പരിശോധിക്കുന്നത്. അതിനുള്ളിൽ അകാര ഉകാര മകാരങ്ങളുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ ഈ തരത്തിലാണ്. അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അജിത് സ്വാമികളുടെ തന്നെ പഞ്ചീകരണം എന്ന് പറയുന്ന ഒരു ലഘുഗ്രന്ഥമുണ്ട്. അതിന് സുരേശ്വരാചാര്യസ്വാമികളുടെ വ്യാഖ്യാനമുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുക. ഓം എന്ന് പറയുന്ന ശബ്ദം അത് ഉപാസനയ്ക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു, അത് ഏതെല്ലാം തരത്തിൽ പ്രവർത്തിക്കുന്നു, അതിന്റെ അർത്ഥ വിപുലത എന്താണ്, എങ്ങനെ അത് പരമാത്മവാചകമായി തീരുന്നു, അതെല്ലാം അവിടെ വിശദീകരിക്കും. ആ ഓങ്കാരത്തിൽ നിന്ന് പരമാത്മസ്മരണം ഉണ്ടാകുന്നു. ആ ഓങ്കാരം സർവശബ്ദങ്ങളെയും ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു സർവം യദുക്തം ഓങ്കാരം മാത്രമതി തദേതത് ബ്രഹ്മ. സർവവും ആ ഓങ്കാരം മാത്രമാണ്, സർവവും ആ ഓങ്കാരം തന്നെയാണ്. തദേതത് ബ്രഹ്മ, അതാണ് ബ്രഹ്മം. ഓങ്കാരത്തിലൂടെ വ്യക്തമായ ചൈതന്യസ്ഫുരണം ഒരു ജീവന് അനുഭവിക്കാൻ കഴിയുന്നതുകൊണ്ട് അത് ബ്രഹ്മവാചകമായും അതുതന്നെ പരബ്രഹ്മമായും പറയുന്നു. അങ്ങനെയാണെങ്കിലും അതും പൂർണ്ണമല്ല. എന്തുകൊണ്ട്? ഓങ്കാരസ്ഫുരണത്തിലൂടെ, ഓങ്കാര ഉച്ചാരണത്തിലൂടെ നമുക്ക് സ്ഫുരിക്കുന്ന ഓങ്കാരത്തെ ആലംബനമായി സ്വീകരിക്കുമ്പോൾ സ്ഫുരിക്കുന്ന ചൈതന്യസ്ഫുരണം അതും പൂർണ്ണമല്ല. എന്തുകൊണ്ട്? ആ ചൈതന്യത്തെ അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തുന്നതിന് ഓങ്കാരവും പ്രാപ്തമല്ല. ഓങ്കാരവും കേവലം ഒരു ലക്ഷകം മാത്രമാണ്. ഓങ്കാരം പരമാർത്ഥത്തിൽ ബ്രഹ്മവാചകമല്ല. ഓങ്കാരത്തിന് അതിന്റെ വാച്യമായി ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ കഴിവില്ല. ആത്യന്തികമായി അതൊരു ശബ്ദം മാത്രമാണ്. അതുകൊണ്ട് ഓങ്കാരത്തെ ബ്രഹ്മവാചകമായി സ്വീകരിക്കാൻ നിവർത്തിയിട്ടില്ല. ബ്രഹ്മത്തെ അത് ലക്ഷീകരിക്കുന്നു. അല്ലെങ്കിൽ ഓങ്കാരത്തിലൂടെ ബ്രഹ്മസ്ഫുരണം എന്ന് നമുക്ക് പറയാം. പക്ഷേ അതിന്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ അതിന്റെ സാക്ഷാത്കാരത്തിൽ ഓങ്കാരം ഇല്ലാതായിത്തീരും. സാക്ഷാത്കാരം ശബ്ദരഹിതമാണ്. അതേസമയം സ്ഫുരണം ശബ്ദസഹായത്തോടുകൂടിയതാണ് സർവത്ര. എവിടെയെല്ലാം ചൈതന്യ സ്ഫുരണം ഉണ്ടാകുന്നു അവിടെ എവിടെയെല്ലാം ശബ്ദത്തിന്റെ സഹായം അതിനുണ്ടായിരിക്കും. പക്ഷെ എവിടെയാണോ സാക്ഷാത്കാരം സംഭവിക്കുന്നത് അവിടെ ശബ്ദത്തിന് യാതൊരു സ്ഥാനമില്ല.
അത് മറ്റൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഓങ്കാരത്തിനെയും ബ്രഹ്മത്തിന്റെ കേവലം ലക്ഷകം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വാചക രൂപത്തിലുള്ള ഈ ശബ്ദാർത്ഥങ്ങൾക്ക് അപ്പുറമാണ് പരമാത്മാവ്. ശബ്ദാർത്ഥങ്ങളുടെ തലത്തിലല്ല പരമാത്മാ സാക്ഷാത്കാരം എന്നിവിടെ പറഞ്ഞത്. അതുകൊണ്ട് മുമ്പ് പറഞ്ഞു എന്താണ്? ഏകപ്രയത്നേന ഏകവത് പ്രവിലാപയൻ, സർവത്തെയും വിലയിപ്പിക്കുന്നു. ശബ്ദത്തെയും ശബ്ദത്തിന്റെ അർത്ഥത്തെയും ആ അർത്ഥം സ്ഫുരണ രൂപത്തിലായാലും ശരി, അതിനെയും വിലയിപ്പിച്ചിട്ട് എന്താണ്? വിലക്ഷണമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നു. അവിടെ ഓങ്കാരത്തിന് സ്ഥാനമൊന്നുമില്ല. തദ്ദേതത് ബ്രഹ്മ എന്നാലും പറയാം എന്താണ്? ഇത് ഓങ്കാരം എന്ന് പറഞ്ഞത് ആ ബ്രഹ്മത്തെ തന്നെയാണ്. പരോക്ഷാഭിഹിതം പ്രത്യക്ഷതോ വിശേഷേണ വൃദ്ധിശതി. ബ്രഹ്മം, പരമാത്മാവ് എന്നെല്ലാം പറയുന്നത് കൊണ്ട് തന്നെ അത് പരോക്ഷമായി പോകും. പറഞ്ഞല്ലോ, വേദാന്തത്തിൽ അദ്വൈതത്തിൽ മുഖ്യമായ സാധന എന്ന് പറയുന്നത് ബോധ്യം. ബുദ്ധിക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഈ പറയുന്ന കാര്യം. ബുദ്ധിക്ക് അത് പിടികിട്ടുക എന്നുള്ളതാണ്. അതിനെ ഗ്രഹിക്കുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ അനുഷ്ഠാനം എന്ന് പറയുന്നത്. ഇവിടെ ഗ്രഹണം തന്നെ അനുഷ്ഠാനം. അത് നമ്മൾ മുമ്പ് ഗീതാ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഗ്രഹണം തന്നെയാണ് അനുഷ്ഠാനം. അനുഷ്ഠാനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്രിയയില്ല. അവിടെ ക്രിയ കൊണ്ട് ഇത് സാധ്യമല്ല എന്ന് പറയുന്ന അതാണ്. ഗ്രഹിക്കൽ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ക്രിയ. ഗ്രഹിക്കൽ എന്ന് പറയുന്ന ഒരു ആവിർഭാവമാണ്, ഒരു പ്രകാശമാണ്, ക്രിയ. പക്ഷേ നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ച് പരമാത്മാവിനെ കുറിച്ചെല്ലാം വാദവരാതെ പ്രസംഗിക്കുമ്പോൾ അത് ക്രിയയായി പോകും, അത് പരോക്ഷമായി പോകും. നമ്മൾ അന്യമായ ഒരു വസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് ധരിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ശ്രുതി തന്നെ പറയുന്നു ഇതുവരെ പറഞ്ഞതെല്ലാം എന്താണ്? പരോക്ഷമാണ്. ബ്രഹ്മത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. അത് ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണെന്നൊക്കെ വർണ്ണിക്കുന്നു. അങ്ങനെ ബോധ്യപ്പെടുന്നത് ഒരു പരിധിവരെ ഉപകാരപ്പെടുത്തുന്നു. ആ ബോധ്യപ്പെടലല്ല വേണ്ടത്. പിന്നെയോ പ്രത്യക്ഷതോ വിശേഷണം ദർശിക്കുന്നു. അത് പ്രത്യക്ഷമാകും. അത് അനുഭവമായി തീരും. അനുഭവമായി തീരുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ അനുഭവിക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ളതും അനുഭവിക്കുന്നുണ്ട്, പുറമേ ഉള്ളതും അനുഭവിക്കുന്നുണ്ട്. എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുക്കളെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇതെന്റെ അനുഭവമാണ്. എന്റെ ഉള്ളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഞാൻ കാണുന്നുണ്ട്. അതെന്റെ ആന്തരികമായ അനുഭവമാണ്. അപ്പൊ അനുഭവം എന്ന് പറയുന്നത് പുറമേയും ഉള്ളിലുമായിട്ട് സദാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രപഞ്ചാനുഭവം. ഇവിടെ പ്രത്യക്ഷം എന്ന് പറയുന്ന അതല്ല. പരമാത്മാവിനെ സംബന്ധിച്ചുള്ള പ്രത്യക്ഷം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പലരും പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രത്യക്ഷമാണ്. ഒരു സുപ്രഭാതത്തിൽ ഞാൻ പരമാത്മാവുമായി ഒന്ന് ഏറ്റുമുട്ടും. അതൊരു വലിയ ഏറ്റുമുട്ടലായിരിക്കും. അന്നവിടെ പലത് സംഭവിക്കും. പണ്ട് പലരും ഇങ്ങനെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്കിതിനെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ. അത്തരം ഏറ്റുമുട്ടലൊന്നുമല്ല. ഇവിടെ പറയുന്നത് എന്താണ്? അയം ആത്മാ ബ്രഹ്മ. ഇതാണ് ഇവിടുത്തെ ഏറ്റുമുട്ടൽ. ഇവിടെ പറയുന്നത് താനായിട്ടറിയുക. അതാണ് ഇവിടുത്തെ പ്രത്യക്ഷം. താനായിട്ടറിയാത്തിടത്തോളം കാലം അവിടെ പ്രത്യക്ഷം സംഭവിക്കുന്നില്ല. അതാണ് അയമാത്മാ ബ്രഹ്മ. വേദാന്തികൾ വളരെ പ്രാധാന്യം കൊടുക്കുന്ന മഹാവാക്യങ്ങളിൽ ഒന്ന്. പൊതുവെ 4 വേദങ്ങളിൽ പ്രധാനമായിട്ട് 4 മഹാവാക്യങ്ങളെ കുറിച്ച് പറയുന്നു. ഋഗ്വേദത്തില്, ഐതരേയോപനിഷത്തില് പ്രജ്ഞാനം ബ്രഹ്മ, യജുർവേദത്തില് ബൃഹദാരണ്യത്തില് അഹം ബ്രഹ്മാസ്മി, സാമവേദത്തില്
ഛാന്തോക്യത്തില് തത്വമസി, അഥർവവേദത്തില് മാണ്ഡൂക്യത്തില് അയമാത്മാ ബ്രഹ്മ. പ്രസിദ്ധങ്ങളായ 4 മഹാവാക്യങ്ങൾ. ഇത് അദ്വൈതികൾക്കാണ് ഇതിന് പ്രാധാന്യം. ഇവിടെ എല്ലാ മഹാവാക്യങ്ങളിലും കുറിച്ച് പറയുന്നത് എന്താണ്? ഈ മഹാവാക്യങ്ങൾ ആണ് പരമാത്മാവിനെ പ്രത്യക്ഷമായി ബോധിപ്പിക്കും. നമ്മളതിനെ ജീവാത്മ പരമാത്മ ഐക്യം എന്നൊക്കെ സാങ്കേതികമായ ഭാഷയിൽ പറയാം. കുറച്ചുകൂടി ലളിതമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹാവാക്യങ്ങൾ എന്താണ് ചെയ്യുന്നത്? പരമാത്മാവിനെ പ്രത്യക്ഷമായി ബോധിപ്പിക്കുന്നു. സാധാരണ ഈശ്വരനെ നമ്മൾ ധരിച്ചിരിക്കുന്നത് അന്യമായിട്ട് ദൂരെയായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആകാശത്തിലേക്ക് നോക്കി 2 കൈകളും ഉയർത്തി പ്രാർത്ഥിക്കുന്നത് മേളിലിരിക്കുന്ന പരമാത്മാവിനോട്. ശ്രുതി അതല്ല പറയുന്നത്, അതിനെ പ്രത്യക്ഷമായി ബോധിപ്പിക്കുന്നു. അതിന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത് എന്താണ്? അതിനെ താനായി ബോധിപ്പിക്കാതെ അത് പ്രത്യക്ഷമാകത്തില്ല. പരമാത്മാവിനെ വേറെ ഏതെല്ലാം തരത്തിൽ ബോധിപ്പിച്ചാലും ശരി, അതൊരിക്കലും പ്രത്യക്ഷമായി ബോധിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോ അതീതനായിരിക്കുന്ന, തനിക്കൊരൊറ്റും പിടിയും കിട്ടാത്ത ഒന്നായി പരമാത്മാവിനെ കാണുമ്പോൾ അതെങ്ങനെ പ്രത്യക്ഷമാകും? അതെനിക്ക് അന്യനായിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കൈ ഉയർത്തി ആകാശത്ത് നോക്കി പ്രാർത്ഥിക്കുന്നത്. ആ ഒരു പരമാത്മാവ് ഒരിക്കലും പ്രത്യക്ഷമാകത്തില്ല. അതിന് പ്രത്യക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുക എന്നുള്ള അർത്ഥത്തിലല്ല, തന്റെ സ്വരൂപമായി ബോധിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. പ്രത്യക്ഷം മലയാളത്തിൽ പരിചയമുള്ള വാക്കല്ല ഇവിടെ പറയുന്നത്. നമ്മൾ പ്രത്യക്ഷമൊന്നും അപ്രത്യക്ഷമൊന്നും പറയുന്നതല്ല ഇവിടെ. തന്റെ സ്വരൂപമായി ബോധിക്കുക, അതാണ് അയമാത്മാ ബ്രഹ്മ എന്ന് പറയുന്നത്. അതാണ് പ്രത്യക്ഷേണ നിർദ്ദേശിക്കുന്നു എന്ന് പറയുന്നത്. ഭാഷ്യകാരൻ വിശദീകരിക്കുന്നു, അയമിതി ചതുഷ്പാത്വേന പ്രവിഭജ്യമാനം പ്രത്യേകാത്മതയാ അഭിനയേന നിർദ്ദിശതി. അയം എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിക്കുന്നതാണ്. ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ തന്റെ നേരെ ഇങ്ങനെ ചൂണ്ടുന്നു, അതാണ് അയം എന്ന് പറയുന്നത്. ഈ ഞാൻ എന്നിങ്ങനെ. അഭിനയേന നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക എന്നർത്ഥം. ഇവിടെ ചൂണ്ടുക എന്നുള്ളതാണ് അഭിനയം. ആദ്യം ഈ പരമാത്മാവിനെ വർണ്ണിക്കുന്നു ചതുഷ്പാത്വൻ, 4 പാദങ്ങളുള്ളതായിട്ട്. അതിന് 4 കാലുകളുള്ളതായിട്ട് പറയുന്നു, അല്ലെങ്കിൽ 4 ഭാഗങ്ങളുള്ളതായിട്ട് പറയുന്നു. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, തുര്യൻ, ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഒരു വസ്തു 4 ഭാഗങ്ങളുള്ളത് നമ്മളത് സാക്ഷാത്കരിക്കേണ്ടതാണ്, നമ്മൾ കാണേണ്ട ഒരു വസ്തുവാണ്. ഈ രീതിയിലൊക്കെ ധരിക്കാം. അങ്ങനെയൊക്കെ മനസ്സിൽ പരബ്രഹ്മത്തെക്കുറിച്ച് പല ധാരണകളും വരാം. നല്ല ധാരണകൾ വരാം. എന്താണ്? അത് സർവ്വവ്യാപകമാണ്, അശുദ്ധമാണ്, മുക്തമാണ്, ഇങ്ങനെയുള്ള സത്യമാണ്, ജ്ഞാനമാണ്, അനന്തമാണ്, ആനന്ദമാണ്. ഇത്തരത്തിലെല്ലാ ധാരണകളും വന്നു കഴിഞ്ഞാലും ആ ധാരണയിലൊന്നും അതിന്റെ പ്രത്യക്ഷത വേണമെങ്കിലോ പ്രത്യേകാത്മകതയാ, പ്രത്യേക ആന്തരികമായ ആത്മാസ്വരൂപം, തന്റെ തന്നെ യഥാർത്ഥ സ്വരൂപമായിട്ട്, വാസ്തവ സ്വരൂപമായിട്ട് അതിനെ നിർദ്ദേശിക്കും. എന്നാലേ അങ്ങനെ ഗ്രഹിച്ചാലേ ആത്മാവ് പ്രത്യക്ഷമാകത്തുള്ളൂ. പരമാത്മാവിനെ അങ്ങനെ ധരിക്കാത്തവരാരും പരമാത്മാവ് പ്രത്യക്ഷമാകുമെന്നും അംഗീകരിക്കുന്നില്ല. പ്രത്യേകാത്മരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് പരമാത്മാവ് എന്നൊരാൾ സ്വീകരിച്ചില്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ സങ്കല്പത്തിലുള്ള പരമാത്മാവ് അയാൾക്ക് പ്രത്യക്ഷമാണ്. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ പരമാത്മാവ് പ്രത്യക്ഷമാണ്. അതിനുള്ള ഒരേ ഒരു ഹേതു എന്താണ്? അത് തന്റെ തന്നെ ആന്തരികമായ സ്വരൂപമായിരിക്കും. തന്റെ തന്നെ സ്വരൂപം
അത് തനിക്ക് പ്രത്യക്ഷമാകും, അത് തനിക്ക് അപ്രത്യക്ഷമാണ് എന്നാർക്കും പറയാൻ കഴിയും. അത് സർവപ്രത്യക്ഷമായിരിക്കുന്നു എന്നാ പറയുന്നത്. അത് തന്നെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ശ്രുതിയുടെ ഈ ശബ്ദങ്ങളല്ല. അത് നമുക്ക് ശ്രുതിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. ശ്രുതി പ്രത്യേകാത്മാവായി അതിനെ ചൂണ്ടിക്കാണിച്ചിട്ടും ബുദ്ധിദോഷം കൊണ്ട് നമുക്ക് ബുദ്ധി ബോധ്യം വരുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിന്റെ വ്യാഖ്യാനം ഭാഷ്യക്കാരൻ വ്യാഖ്യാനിക്കുന്നത്. അതാണ് പറയുന്നത്, അതാണ് അതിന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത്. അത് പ്രത്യേകാത്മതയ അഭിനയേന നിർദ്ദിശതി, വിരൽ ചൂണ്ടി എന്നെ ബോധിപ്പിക്കുകയാണ്. അപ്പോ ഈശ്വര തത്വം എന്തെന്ന് മനസ്സിലാക്കാതെ നമ്മൾ കൈകൾ ആകാശത്തിലേക്ക് വീശിയിട്ട് പ്രാർത്ഥിക്കും. ശ്രുതി എന്താണ് ചെയ്യുന്നത്? നമ്മുടെ നേരെ വിരൽ ചൂണ്ടുകയാണ്. അതിനോട് അഭിനയം എന്ന് പറഞ്ഞു. ആ പരമാത്മാവ് നിന്റെ തന്നെ വാസ്തവ സ്വരൂപമാണ്. അത് പ്രത്യേകാത്മാവെന്ന് പ്രത്യേകം എന്ന് പറയുന്നു. നീയാണ് പരമാത്മാവെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ വരാം. കാരണം താൻ ഈ കേവലമായ അഹംബോധം, ശരീരത്തിലും മറ്റും ഉറപ്പിച്ചിരിക്കുന്ന അഹംബോധമാണ് ആ പരമാത്മാവെന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെ വരാനും പാടില്ല. അതുകൊണ്ട് ഭാഷ്യകാരനോട് പ്രത്യേകം പറയുന്നു പ്രത്യേകാത്മത്വേന. ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ഇന്ദ്രിയങ്ങളുടെയും എല്ലാം തലത്തിനപ്പുറമുള്ള തന്റെ ഒരു വാസ്തവ സ്വരൂപമുണ്ട്. ആ രൂപത്തിൽ അതിനെ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയം ആത്മാ, അയം ആത്മാ പ്രത്യേകാത്മാ, അതാണ് അയമാത്മയുടെ അർത്ഥം. അങ്ങനെ നിർദ്ദേശിക്കുന്നു. അങ്ങനെയുള്ള അതിൽ ഉള്ള ശരിയായ ധാരണ ഈ അങ്കുലീ നിർദ്ദേശം ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച് അതിന്റെ ശരിയായ ബോധം, അതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതിന്റെ തുടക്കമാണ് ബുദ്ധി ബോധ്യം എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ പിന്നീട് അതിനപ്പുറമുള്ള സാക്ഷാത്കാരം. പരോക്ഷമായ ജ്ഞാനം കൂടാതെ അപരോക്ഷമായ ജ്ഞാനമില്ല. അപരോക്ഷമായ ജ്ഞാനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അപരോക്ഷമായ ജ്ഞാനത്തിന് കാലതാമസമില്ല. വേർതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് ആന്തരികമാണ്, ഒന്നാണ്. അതാണ് ഇവിടെ ശ്രുതി വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഭ്രമവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത് സ്വയം ആത്മാ ഓങ്കാര വിധേയ പരാപരത്വേന ഉപസ്ഥിത ചതുഷ്പാ കർഷാപണവത് ന ഭൂരിവ. നീ ബ്രഹ്മമാണ് എന്നെല്ലാം കേട്ടുകഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യന് കേവലം ഒരു അഹങ്കാരമായിട്ട് നിലനിൽക്കത്തുള്ളൂ. അങ്ങനെ അവന് ധരിക്കാൻ പറ്റും, അവന്റെ ബുദ്ധി ദോഷങ്ങളൊക്കെ. അപ്പൊ ആ ദോഷങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്വയമാത്മാ ഓങ്കാരാവിധേയ. ഈ ഓങ്കാരം സദാ വെളിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ സ്വരൂപം. ആത്മാ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ശ്രോതാവിന്റെ സ്വരൂപം എന്നാണ്. അല്ല, ഒരിക്കലും നമ്മൾ ആത്മാവെന്ന് പറയുന്നതും ഒരു വസ്തുവായി ധരിക്കരുത്. ആത്മാവെന്ന് പറയുന്ന ഒരു പദാർത്ഥത്തെ, പദാർത്ഥം എന്ന് പറയുമ്പോൾ കല്ലും മണ്ണും എല്ലാം ഓരോ പദാർത്ഥങ്ങളാണ്. അതുപോലെ ഒരു പദാർത്ഥത്തെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ ശ്രമിക്കുകയാണ്. പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? പദത്തിന്റെ, ശബ്ദത്തിന്റെ അർത്ഥം. അതാണ് പദാർത്ഥം. പദത്തിന്റെ അർത്ഥം പദാർത്ഥം. നമ്മളീ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം പദാർത്ഥങ്ങളാണ്, പദത്തിന്റെ അർത്ഥങ്ങളാണ്. കല്ലും മണ്ണുമെല്ലാം പദാർത്ഥങ്ങളാണ്.
ശബ്ദത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുന്ന എല്ലാം പദാർത്ഥങ്ങളാണ്, ശബ്ദാർത്ഥങ്ങളാണ്. ശ്രുതി ഒരിക്കലും പദാർത്ഥമായി, ശബ്ദാർത്ഥമായി ആത്മാവിനെ വെളിപ്പെടുത്തുകയല്ല. ആത്മാ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമായി വെളിപ്പെടുത്തുകയല്ല. നമ്മൾ ആത്മാ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ മറ്റ് ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലെ നമ്മളതിനെ പദാർത്ഥമായി ഗ്രഹിക്കും. കാരണം ഏത് ശബ്ദം കേട്ടാലും നമുക്ക് ഒരർത്ഥബോധം ഉണ്ടാകും. നമുക്ക് പരിചയമുള്ള ശബ്ദമാണെങ്കിൽ, പരിചയമില്ലാത്ത ശബ്ദമാണെങ്കിൽ എന്തോ ഒന്ന് നമ്മൾ ധരിക്കും. എന്തായാലും അവിടെ ഒരു അർത്ഥബോധം ഉണ്ടാവും. അത് ചിലപ്പോൾ ഭ്രാന്തമായിട്ടായിരിക്കും, യഥാർത്ഥമായിട്ടായിരിക്കും, സംശയാത്മകമായിരിക്കും, വ്യക്തമായിരിക്കും, അവ്യക്തമായിരിക്കും, എങ്ങനെയും സംഭവിക്കും. അപ്പൊ ശ്രുതി ഒരിക്കലും പദാർത്ഥമായിട്ട് ആത്മാവിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെയല്ല ശ്രുതി ശ്രമിക്കുന്നതെങ്കിലും നമ്മൾ ധരിക്കുന്ന എപ്പോഴും അങ്ങനെയായിരിക്കും. കാരണം പദം കേട്ടുകഴിഞ്ഞാൽ ഉടൻ നമ്മുടെ ഉള്ളിലൊരു അർത്ഥബോധം ഉണ്ടായി തന്നെ തീരും. ആത്മാ, പരമാത്മാ, ബ്രഹ്മം എന്നുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ അർത്ഥബോധം ഉണ്ടാവും. ആ അർത്ഥബോധം അല്ല പരമാത്മബോധം. ഒരു ശബ്ദത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. എന്താണോ അത് എന്തെങ്കിലും ഒരു ബോധത്തെ അവശേഷിപ്പിച്ചിട്ടേ അത് നശിക്കത്തുള്ളൂ. ശബ്ദം ശ്രവിക്കുന്നു, അടുത്ത നിമിഷം അതില്ലാതായിപ്പോകും, എവിടെ പോയി, വായുവിൽ ലയിച്ചെന്ന് പറയാം. പക്ഷെ അതൊന്ന് അവശേഷിപ്പിക്കും ഒരർത്ഥബോധം. അത് സർവ്വസാധാരണയാണ്. ആത്മാ എന്നുള്ള ശബ്ദവും അതുപോലെ തന്നെ ഒരർത്ഥത്തെ ബോധിപ്പിക്കും. ആ അർത്ഥം നമ്മൾ ധരിക്കുന്നത് കൊണ്ട് ദേവന്മാരും അസുരന്മാരും ബ്രഹ്മാവിന്റെ അടുത്ത് ഉപദേശത്തിന് ചെന്നെന്നും ബ്രഹ്മാവ് ശബ്ദത്തിലൂടെ അവരെ ആത്മബോധം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നും ഓരോരുത്തരും അവരവരുടെ ധാരണ അനുസരിച്ച് ഓരോന്ന് ധരിച്ചു എന്നൊക്കെ നമ്മൾ കഥയിൽ മനുഷ്യത്തിൽ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഉപനിഷത്ത് ശബ്ദങ്ങളും ആത്മാബോധത്തെ പകരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് കേവലം അർത്ഥബോധമാണ്. ആ അർത്ഥബോധം പരമാത്മബോധമല്ല. അതിനെ പരമാത്മബോധമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിശദീകരണങ്ങളെല്ലാം. അല്ലെങ്കിൽ എന്തിനാ ഇത്രയും ശബ്ദം പ്രയോഗിക്കുന്നത്? അത്രമാത്രം ദോഷം നമ്മളിലുള്ളതുകൊണ്ടാണ്. ആ ദോഷങ്ങൾ മാറാത്തിടത്തോളം കാലം ശബ്ദങ്ങൾ ആവർത്തിക്കേണ്ടി തന്നെ വരും. അതുകൊണ്ട് അയമാത്മാ എന്ന് ഇത്രയും പറഞ്ഞാൽ മതി. ശ്രുതി ബോധിപ്പിക്കേണ്ടതിനെ അവിടെ ബോധിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മൾ ബോധിച്ചിട്ടില്ല. നമ്മളെന്തോ ഒരു അർത്ഥബോധം നമുക്കുണ്ടായി, അത് അപൂർണമാണ്, പരമാത്മബോധമല്ല. അതുകൊണ്ട് അതിനെ വീണ്ടും വിശദീകരിക്കുന്നു. സ്വയമാത്മാ ഓങ്കാര വിധേയ, ഓങ്കാരം വെളിപ്പെടുത്തുന്ന ഈ ആത്മാവ് സ്വരൂപം, പ്രത്യേക സ്വരൂപം, അത് പരാപരത്വേന ഉപസ്ഥിത. അതിനെ വ്യാഖ്യാനിച്ച് നിർത്തിയിരിക്കുന്ന ഏതുവരെ? പരാപര രൂപങ്ങളിൽ. പരബ്രഹ്മം, അപരബ്രഹ്മം, കാര്യബ്രഹ്മം, കാരണബ്രഹ്മം, ഹിരണ്യഗർഭൻ, സൂത്രാത്മാവ്, അന്തര്യാമി, ഈശ്വരൻ, ഇങ്ങനെ പലതരത്തിൽ. അതാണ് പരാപര രൂപത്തിൽ വ്യവസ്ഥിതമാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ശ്രുതി തന്നെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഇവിടെ അതിന് ചതുഷ്പാത്ത് എന്ന് പറഞ്ഞു. 4 പാദങ്ങളോടുകൂടി, 4 ഭാഗങ്ങളോടുകൂടി, 4 അംശങ്ങളോടുകൂടി നിൽക്കുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെട്ടബുദ്ധി അതതിനെ ശരിയായ രീതി ധരിക്കത്തില്ല എന്ന് ശ്രുതിക്കറിയാം, അല്ലെങ്കിൽ ആചാര്യനറിയാം. അതുകൊണ്ട് പറയുന്നു, നിങ്ങളതൊരിക്കലും കാർഷാവണവത്, നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് 4 അംശം 4 പാദം എന്നൊക്കെ പറയുമ്പോൾ കാർഷാപണവത് ന ഗൗരിവ, അതിനെ കാർഷാവണത്തെ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ ധരിക്കണം. ഗൗ, പശുവിനെ ധരിക്കും പോലെ അല്ല എന്നാണ്. ഒരു കാര്യം നമുക്ക്
ഉപമകൾ എപ്പോഴും പറയും എന്താണ്, മന്ദബുദ്ധികൾക്ക് വേണ്ടിയിട്ടാണ് ഉപമകൾ പറയുന്നത്. മൂഢന്മാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ധാരാളം ഉപമകൾ ഉപയോഗിക്കും. കാരണം നേരിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് മനസ്സിലാകത്തില്ല. അപ്പോൾ അത് കഥകളിലൂടെ പറയും. എന്നാലും മനസ്സിലാക്കണമെന്നില്ല, അവന്റെ ബുദ്ധിക്കനുസരിച്ച് അവനത് വ്യാഖ്യാനിച്ചേ മനസ്സിലാക്കും. അതുകൊണ്ടാണ് മഹാത്മാക്കൾ എപ്പോഴും കഥകളിലൂടെ കാര്യം പറയും. ശ്രുതി അധികം കഥകൾ പറയാറില്ല, എന്നാലും പറയാറുണ്ട്. കാരണം അത് ശ്രവിക്കുന്നതിൽ സുബുദ്ധിയുള്ളവരും ഉണ്ടെന്നൊരു വിശ്വാസമുണ്ട് ശ്രുതിക്ക്. അധികം കഥകൾ പറയാറില്ല. എന്നാലും ഇവിടെ ഒരു ഭാഷ്യകാരൻ എന്ത് ചെയ്യുന്നതിനെ വിശദമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയുകയാണ്. കാർഷാവണം എന്ന് പറയുന്നത് പണ്ടത്തെ നാണയം. അതിന് 4 ഭാഗങ്ങളുണ്ട്. ശരിക്കും അതിന്റെ വ്യാഖ്യാനങ്ങളിൽ പറയുന്നത് അത് 16 പണമാണ് ഒരു കർഷാവണം. 4 പണങ്ങൾ കൂടിയ 16 പണം. 4 പണം കൂടുമ്പോൾ ഒരു പാദം, കാൽഭാഗം. പിന്നെ 4 കൂടി ചേരുമ്പോൾ അര, പിന്നെ 4 കൂടി ചേരുമ്പോൾ മുക്കാൽ, പിന്നെ 4 കൂടി ചേരുമ്പോൾ മുഴുവനായി. അപ്പോൾ 16ആയി. 4 16. പഴയ കാലത്തെ നമ്മുടെ നാട്ടിലെ അണ പോലെ അതിൽ കാലണ, അരയണ, മുക്കാലണ, ഒരണ അങ്ങനെയായിരുന്നു. അത് തന്നെ ഇത് പണ്ടങ്ങനെയായിരുന്നു. 1 രൂപയ്ക്ക് വരെ ഒരണയായി. ഒരണ എന്നെടുത്ത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാം. 1 രൂപ എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് 4 പാദങ്ങളുണ്ട്. ഒരണ എന്ന് പറയുമ്പോൾ അതിൽ കാലണയുണ്ട്, പിന്നെ അരയണയുണ്ട്, 2 കാലണ ചേർന്ന, 3 കാലണ ചേർന്ന ഒരു മുക്കാലണയുണ്ട്, 4 കാലണ ചേർന്ന ഒരു മുഴുവൻ അണയുണ്ട്. അപ്പൊ 4 പാദങ്ങളെന്ന് പറയുമ്പോൾ ഒരണയ്ക്ക് ഈ പാദങ്ങളോടുള്ള ബന്ധമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറയുമ്പോൾ കാലണ, അരയണ, മുക്കാലണ, അത് കഴിഞ്ഞു വരുന്ന ഒരു ഭാഗം നമ്മളതിനെ കേവലം കാലണയായിട്ടെടുക്കരുത്. കണക്കനുസരിച്ച് അത് കാലണയുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെ എടുക്കരുത്. കാരണം അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരണയെ പൂർത്തിയാക്കുന്നതാണ്. ആ കാലണ ആദ്യത്തെ കാലണയാണോ, പിന്നെ 2ാമത് വന്ന കാലണയാണോ, 3ാമത് വന്ന കാലണയാണോ, 4ാമത് വന്ന കാലണയാണോ, ആ 4 കാലണകളിലും ആ ഒരു ഭാഗമുണ്ട്. ഒന്നിനെ പൂർത്തിയാക്കുന്ന ആ കാല് എന്ന് പറയുന്നത് സർവത്രയുള്ളതാണ്. അല്ലെ, മുക്കാലായി നിന്നാൽ ഒന്ന് പൂർത്തിയാകത്തില്ല. ഒരു കാല് കൂടി അതിനോട് ചേരുമ്പോഴാണ് ഒന്നാകുന്നത്. ആ കാല് എവിടെ നിൽക്കുന്നു? അത് ആദ്യം മുതൽ അവസാനം വരെയുണ്ട്. വേറെ തരത്തിൽ പറഞ്ഞാൽ ആ ഒന്നിന്റെ ഭാഗമായിരിക്കുന്നതാണ് ഈ കാലുകളെല്ലാം. 4 കാലുകളും 4 കാലുകളും ഒന്നിൽ അന്തർഭവിച്ചിരിക്കുന്നു. ഒന്നിൽ നിലനിൽക്കുന്നതാണ് ആ 4. അതുപോലെ ഇവിടെ മനസ്സിലാക്കണം. ചതുഷ്പാത്ത് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വിശ്വൻ, പിന്നെ അതിൽ നിന്ന് വേറെ ഒരു തൈജസൻ, അത് കഴിഞ്ഞ് 3ാമതൊരു പ്രാജ്ഞൻ, അത് കഴിഞ്ഞ് 4ാമത്തേതൊരു തുര്യൻ. അങ്ങനെ ധരിക്കരുത്. അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പശുവിന്റെ 4 കാലുകളെ എണ്ണും പോലെയാണ്. ഇത് 1ാമത്തെ കാല്, ഇത് 2ാമത്തെ കാല്, ഇത് 3ാമത്തെ കാല്, ഇത് 4ാമത്തെ കാല്. പരസ്പര ബന്ധമില്ലാത്ത 4 കാലുകൾ. ഈ 4 കാലുകൾ ചേർന്നിട്ട് ഒരു കാലാകത്തില്ല ഒരിക്കലും. 4 കാലം ചേർന്നിട്ട് ഒറ്റക്കാലുള്ള ഒരു പശു അങ്ങനെ സംഭവിക്കാറില്ല. എന്തുകൊണ്ട്? അത് പരസ്പരം ബന്ധമില്ലാതെ വേർപിരിഞ്ഞിരിക്കുന്ന 4 എണ്ണമാണ്. അപ്പോൾ 1ാമത്തെ കാല് വിശ്വൻ, 2ാമത്തെ കാല് തൈജസൻ, 3ാമത്തെ കാല് പ്രാജ്ഞൻ. ഈ 3 കാലം വിട്ടിട്ട് അവസാനം 4ാമത്തെ കാല് തുര്യൻ. ആ രീതിയിൽ തുര്യനെ ധരിക്കരുത്.
അപ്പോൾ ഈ നാലിലും അനുസ്യൂതമായിരിക്കുന്നതാണ് തുര്യനെന്ന് വരണമെങ്കിൽ പശുവിന്റെ 4 കാല് പോലെ ഇരുന്നപ്പോൾ, അതാണ് ഇവിടെ പറഞ്ഞത് ന ഗൗരിവ, പശുവിന്റെ കാലുകൾ പോലെയല്ല ഈ 4 പാദങ്ങൾ. മറിച്ച് ആ 1 രൂപയിൽ 4 കാൽ രൂപ അടങ്ങിയിരിക്കുന്നത് പോലെയാണ്. അപ്പൊ ആ 4 കാലുകളെയും ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ് ആ ഒന്ന് തുര്യൻ. അപ്പോൾ തുര്യനെ നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം വേർതിരിച്ച് വേറിട്ട ഒന്നായിട്ട് ധരിക്കാനുള്ളതല്ല. മറിച്ച് തുര്യൻ ഇതിനെല്ലാം നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്നതാണ്. തുര്യനിൽ തന്നെയാണ് വിശ്വൻ, തുര്യനിൽ തന്നെയാണ് തൈജസൻ, തുര്യനിൽ തന്നെയാണ് പ്രാജ്ഞ. അതേസമയം ഇതിനെല്ലാം അതീതനായും തുര്യൻ നിൽക്കുന്നതാണ്. തുര്യൻ ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നു, തുര്യൻ ഇതിനെല്ലാം അതീതനായി നിൽക്കുന്നു. എപ്പോ? ഒരേ സമയം. അതാണ് തുര്യന്റെ മഹത്വം. തുര്യൻ ഒരേ സമയം വിശ്വ തൈജസ പ്രാജ്ഞന്മാരായി നിൽക്കാൻ കഴിയും, അതേസമയം വിശ്വ തൈജസ പ്രാജ്ഞന്മാർക്ക് അതീതനായി അതിനാധാരമായി നിൽക്കാൻ കഴിയും. അതുകൊണ്ട് തുര്യനെക്കുറിച്ച് ധരിക്കുമ്പോൾ അത് ജാഗ്രതത്തിലില്ലാത്തത്, സ്വപ്നത്തിനുമില്ലാത്തത്, സുഷുപ്തിയിലുമില്ലാത്തത്, പിന്നെ സമാധിയിലുള്ളത്, അവിടെ പ്രകാശിക്കുന്ന ഒന്നാണ് എന്ന് ധരിച്ചു കളയരുത്. അതെല്ലായിടത്തും ഉള്ളതാണ്, പക്ഷെ ഇതെല്ലാത്തിനും അതീതനായി നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ സർവാധാരനായി നിൽക്കുന്നതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ കാഷാവണ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കണം. അതിൽ 4ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? 1 രൂപയുടെ ആദ്യത്തെ ഭാഗവും 2ാമത്തെ ഭാഗവും 3ാമത്തെ ഭാഗവും 4ാമത്തെ ഭാഗവും എല്ലാമാണ്. എന്നാൽ ഏതെങ്കിലും ഒന്നാണോ? അല്ലതാണ്. ഒന്നെന്ന് പറയുമ്പോൾ ഇതെല്ലാത്തിനെയും ഉൾക്കൊണ്ട് നിൽക്കുന്നതും, എന്നാൽ അതിന്റെ പൂർണ്ണതയിൽ ഇതിൽ നിന്നെല്ലാം അന്യവുമാണ്. നമുക്കൊരിക്കലും കാലണ എടുത്തു വച്ചിട്ട് ഇതാണ് ഒരെണ്ണ എന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നിൽ മാത്രം അതിന് ഒതുക്കാൻ നമുക്ക് പറ്റുന്നില്ല. എന്നാൽ കാലണയിൽ ഒരെണ്ണയില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് തന്നെ. ആ രീതിയിൽ അതിന്റെ അതീതഭാവത്തെ, അതിന്റെ പൂർണ്ണതയെ മനസ്സിലാക്കുന്നിടത്തോളം ഒപ്പം തന്നെ അതിൽ നിന്നും ഒന്നും അന്യമല്ല എന്നും മനസ്സിലാക്കും. അതിനു വേണ്ടിയിട്ട് ഇവിടെ പറയുന്നു എന്താണ്? ഇവിടെ തുരീയമായിട്ട് വർണ്ണിക്കുന്ന ആ ആത്മാ, അത് 4 പാദങ്ങളായി അതിനെ വിഭജിക്കുന്നുണ്ടെങ്കിലും അതെന്താണ്? അയം ആത്മാ. അതിപ്പോ ഇവിടെ ഈ സമയത്തുള്ളത് തന്നെ. ഏത് സമയത്തിലും സമയ അതിവർത്തിയായി നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞെന്താണ്? പ്രത്യേകാത്മാ, പ്രത്യേകാത്മാവായിരിക്കുന്നു. ജാഗ്രതത്തിൽ അഭിമാനിക്കുമ്പോൾ അത് വിശ്വഭാവത്തിലിരിക്കുന്നത് ആ തുര്യൻ തന്നെ. അപ്പൊ തുര്യൻ ജാഗ്രതത്തിലില്ലാത്ത എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. സമാധിയിൽ ഏറ്റുമുട്ടേണ്ട കാര്യമല്ല അത്. ഇപ്പോൾ ഉള്ളത് തന്നെ, ജാഗ്രതത്തിലുള്ളത്. പക്ഷെ ജാഗ്രതത്തിൽ ജീവൻ വൃഥ അഭിമാനിച്ചിരിക്കുന്നത്, അഭിമാനത്തിന് വിഷയമായിരിക്കുന്നത്, അഹംബോധത്തിന് അവിടെ വിഷയമായിരിക്കുന്നത് അവന് വിശ്വൻ എന്ന് പേരിട്ട് വിളിക്കുന്നു. അഹംബോധത്തിന് ആധാരമായിരിക്കുന്നതോ അതിനൊരിക്കലും വഴിപ്പെടാത്ത, വിഷയമാകാതിരിക്കുന്നു, അത് തുര്യൻ. ഈ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ എന്തായി? അത് അതിന്റെ സാക്ഷാത്കാരമായി, അതായത് അതിന്റെ പ്രത്യേകാത്മഭാവം. അങ്ങനെ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അയം ആത്മാ ബ്രഹ്മ എന്ന് ശ്രുതി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരമാത്മ തത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, മനനം ചെയ്യുമ്പോൾ, ശ്രവിക്കുമ്പോൾ അത് ഏതു സമയത്തായാലും അതിനെ അന്തരംഗമായി, അന്തർമുഖമായി
ആത്മനിഷ്ഠമായി ഗ്രഹിച്ചുകൊണ്ട് വേണം അതിനെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും. അവിടെ ആത്മനിഷ്ഠത കൈവിട്ടു പോയാൽ അതിനെ പരോക്ഷത എന്ന് പറയും. അതിനെക്കുറിച്ചുള്ള പരോക്ഷ ജ്ഞാനമാണ്. അപ്പം നമുക്ക് കൈ ആകാശത്തിലേക്ക് ഉയർത്തേണ്ടി വരും. ആത്മനിഷ്ഠത ഒരുവന് നഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ കേൾക്കുമ്പോഴും പറയുമ്പോഴും അതയാൾക്ക് അപരോക്ഷമായിരിക്കും. എന്നേ അതിനെ നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റും. അത് തന്നെയാണ് അതിന്റെ സമാധി എന്ന് പറയുന്നത്. മറ്റു സമാധികളൊക്കെ ഉണ്ട്. യോഗാഭ്യാസങ്ങളിലൂടെയൊക്കെ നമ്മൾ പ്രാപിക്കുന്ന സമാധി. പക്ഷെ ഇവിടെ അദ്വൈതത്തിൽ പറയുന്ന സമാധി അതല്ല. സമാധിയതേ അസ്മിൻ ഗീതാഭാഷ്യം ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. അവിടെ വിശദീകരിച്ചു വന്നു. അത് അന്തരാത്മാവായി സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ആ ചൈതന്യ സാന്നിധ്യം, അതിനെയാണ് അവിടെ സമാധി എന്ന് പറഞ്ഞത്. അത് ജാഗ്രതയിലുള്ളതാണ്. സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാം ഉള്ളതാണ്. പക്ഷേ ഇതിങ്ങനെ പറയുമ്പോൾ അടുത്ത ഗൗഡപാദാചാര്യർ പറയും, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയക്കും. അഭയേ ഭയദർശിന, അഭയത്തിൽ ഭയത്തെ ദർശിക്കുന്നവർ ഇത്തരം ഒരു സമാധിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയന്നു പോകും എന്നാണ്. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. സത്യത്തെ നേരിട്ട് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഭയപ്പെട്ടു പോകും. അങ്ങനെ ഭയമുണ്ടെങ്കിൽ പിന്നെ അവരുടെ അടുത്ത് പറയേണ്ടെന്നാണ്. പിന്നെ അവരോട് അവർക്ക് ഇഷ്ടമുള്ള കാര്യം പറയും. പരമാർത്ഥം ഇതാണ്. അത് സംശയരഹിതമായി ബോധ്യപ്പെടുന്നതിന് വേണ്ടി വീണ്ടും ഇവിടെ വിശദീകരിക്കുകയാണ്. ഇത് ചതുഷ്പാത്തായിരിക്കുന്നത് കർഷാപണം പോലെയാണ്. മറ്റൊരു തരത്തിൽ ഇതിനെ ധരിക്കരുത് എന്ന് വെച്ചാൽ പരമാത്മാവിനെ കുറിച്ച് ആത്മനിഷ്ഠമായി മാത്രമേ ചിന്തിക്കാവൂ, മറിച്ചൊരു തരത്തിലും ചിന്തിക്കരുത് എന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ പാദം എന്നെന്തുകൊണ്ട് പറഞ്ഞു? ഫലത്തിൽ ഇത് ഒന്നാണെന്നാ വരുന്നത്. അത് അന്തരാത്മാവായിരിക്കുന്നു, പ്രത്യക്ഷ സ്വരൂപമായിരിക്കുന്നു. അങ്ങനെ ഒന്നായിരുന്നിട്ടും ഇതിനെ വീണ്ടും പാദങ്ങൾ എന്ന് പറയുമ്പോൾ ഭാഗങ്ങളായിട്ട് ഇതിനെതിന് വേർതിരിച്ച് വിശദീകരിക്കുന്നു. പറയുന്നു, ത്രയാണാം വിശ്വാദീനാം പൂർവപൂർവ പ്രവിലാപനേന തുരീയസ്യ പ്രതിപത്തി ഇത് കരണസാധന പാദശബ്ദ. പാദശബ്ദം പദ് ധാതുവിൽ നിന്ന് പാദശബ്ദം ഉണ്ടാകുമ്പോൾ രണ്ടർത്ഥത്തിലാണ്. അതിനും വ്യുത്പത്തി എന്ന് പറയും. ശബ്ദാർത്ഥ നിയമം, രണ്ട് നിയമം അനുസരിച്ചിട്ടാണ് ആ ശബ്ദം പ്രവർത്തിക്കുന്നത്. ആ ശബ്ദത്തിൽ അങ്ങനെ രണ്ട് അർത്ഥങ്ങളുണ്ട്. നിയമം കൊണ്ട് ശബ്ദം ഉണ്ടാക്കിയെന്നല്ല പറയുന്നു. ഒരു ശബ്ദവും ആരും നിയമം കൊണ്ടുണ്ടാക്കിയിട്ടില്ല. മറിച്ച് ശബ്ദം നിലനിൽക്കുന്ന ശബ്ദത്തിന്റെ നിയമങ്ങളെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അല്ല, ശബ്ദങ്ങളെ നിയമത്തിലൂടെ ഉണ്ടാക്കാൻ വൈയാകരണന്മാർക്ക് കഴിയത്തില്ല. അതിനൊന്നും അല്ല വ്യാകരണ ഭാഷയെന്ന് പറയുന്നു, വ്യാകരണം എന്ന് പറയുന്നു. ഒരു ഭാഷയും വ്യാകരണത്തിലൂടെ ഭാഷ ഉണ്ടാകുന്നില്ല. വ്യാകരണമനുസരിച്ച് ശബ്ദങ്ങളെ സൃഷ്ടിക്കുന്നു. ശബ്ദത്തിൽ ചില നിയമങ്ങളുണ്ട്. ശബ്ദത്തിൽ അന്തർഹിതങ്ങളായിരിക്കുന്ന നിയമങ്ങളെ വിശദീകരിക്കുന്നതിനാണ് വ്യാകരണം എന്ന് പറയുന്നത്. ആ നിയമം മനസ്സിലാക്കിയാൽ ആ ശബ്ദാർത്ഥം കൂടുതൽ വ്യക്തമാവും. അതാണ് വ്യാകരണ പഠനത്തിന്റെ പ്രയോജനം.
അല്ലാതെ ശബ്ദത്തിന് നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പറയുകയാണ് പാദശബ്ദം രണ്ടു തരത്തിലുള്ള അർത്ഥം അതിൽ നിന്ന് വരാം. പദ്യതേ അനേന ഇതി പാദഃ അല്ലെങ്കിൽ പദ്യതേ ഇതി പാദഃ. ഒന്ന് കരണാർത്ഥത്തിൽ മറ്റൊന്ന് കർമാർത്ഥത്തിൽ. പതിക്കുക എന്ന് പറഞ്ഞാൽ ഗമിക്കുക, അറിയുക, രണ്ടർത്ഥം വരും. ഗമനം എന്നുള്ള അർത്ഥത്തിലുള്ള എല്ലാ ധാതുക്കൾക്കും അറിയുക എന്നുള്ള അർത്ഥമുണ്ട്. സംസ്കൃതത്തിൽ അതൊരു പൊതു നിയമമാണ്. അതുകൊണ്ട് രണ്ടു തരത്തിലും പറയും. പദ്യത അനേന, അറിയാൻ സഹായിക്കുന്നത്. എന്തുകൊണ്ടാണോ അറിയുന്നത്, അറിയുന്നതിന് ഉപകരണമായിരിക്കുന്നതാണ് പാദം. അതൊരർത്ഥം. ഇനി പദ്യതേ ഇതി പാദ എന്ന് പറഞ്ഞാലോ പദ്ധാതു കർമാർത്ഥത്തിലുള്ള ധാതുവാണ്, സകർമ്മക ധാതുവാണ്. അപ്പോൾ അതിൽ നിന്ന് കർമാർത്ഥത്തിനും ഇതേ ശബ്ദം നിഷ്പാദിക്കാം. അപ്പോൾ പദ്യതേ അറിയപ്പെടുന്നത്, ഗമിക്കപ്പെടുന്നത്, അറിയപ്പെടുന്നത് ഏതോ അത് പാദം. രണ്ടർത്ഥം വന്നു, രണ്ടുകൂടെ യോജി. അറിയാൻ ഉപകരിക്കുന്നത് പാദം എന്ന് പറയുമ്പോൾ ഏതാണ്? വിശ്വതൈജസ പ്രാജ്ഞന്മാർ. പദ്യതയെ അറിയപ്പെടേണ്ടതെന്ന് പറയുന്നത് ഏതാണ്? തുര്യൻ. അപ്പോൾ തുര്യനും പാദമായി, വിശ്വതൈജസ പ്രാജ്ഞന്മാരും പാദമായി. വിശ്വതൈജസ പ്രാജ്ഞന്മാരിലൂടെ തുര്യനെ അറിയുന്നു. അപ്പോൾ തുര്യനെ അറിയുന്നതിനാണ് ഈ സൃഷ്ടി. ഈശ്വരന്റെ ജീവസൃഷ്ടി എന്തിനു വേണ്ടി? ഇവിടെ അദ്വൈതത്തിൽ ശ്രുതിയിൽ പ്രത്യേകിച്ചും പറയും. എന്താണ് ജീവസൃഷ്ടിയുടെ ഉദ്ദേശ്യം? പറയുന്ന സമാധാനം ഒന്നേ ഉള്ളൂ. എന്താണ്? ഈശ്വരനെ അറിയുക, വേറൊന്നും. സൃഷ്ടിക്ക് അങ്ങനെ ഒരൊറ്റ ഉദ്ദേശ്യമേ ഉള്ളൂ. എന്താണെന്നുള്ള കാര്യയിൽ ചർച്ച ചെയ്യും. സൃഷ്ടി സ്വോദ്ദേശ്യമാണ്. സൃഷ്ടി ചെയ്ത ആളിന് സൃഷ്ടിയെ സംബന്ധിച്ചൊരു താല്പര്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ടെന്നാണ്. എന്താണ് ആ താല്പര്യം? സ്രഷ്ടാവിനെ അറിയുക, അതേ ഉള്ളൂ. അല്ലെങ്കിൽ സ്രഷ്ടാവിനെ പ്രാപിക്കുക. അതാണ്. അതിനുവേണ്ടി ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സൃഷ്ടിയിൽ, മറ്റൊന്നുമില്ല എന്നാണ്. സൃഷ്ടിയിൽ ജീവന്മാര് എന്തെല്ലാം കോലാഹലങ്ങൾ കാണിച്ചാലും ശരി, അതെല്ലാം ആത്യന്തികമായി ഈ സൃഷ്ടാവിനെ അറിയുന്നതിന് അല്ലെങ്കിൽ സൃഷ്ടാവിനെ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. മറ്റൊന്നുമില്ല ഇവിടെ. ബാക്കി നമ്മുടെ ജ്ഞാനകർമ്മങ്ങളെല്ലാം നമ്മൾ മറ്റെന്തിനെയൊക്കെ വേണ്ടിയാണെന്ന് ധരിച്ചിരിക്കുന്നതെല്ലാം ആത്യന്തികമായി ശരിയല്ല. ഇതുവരെ ഈ ജീവന്മാർ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതുമെല്ലാം ആ സ്രഷ്ടാവിനെ പ്രാപിക്കുന്നതിന് അല്ലെങ്കിൽ അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു തത്രപ്പാട് എന്ന് പറയാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വേവലാതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതിനപ്പുറം വേറൊന്നുമില്ല. അതിനുള്ള ഉപായങ്ങൾ സൂക്ഷ്മമായ ഉപായങ്ങളായി ഋഷി നിർദ്ദേശിക്കുന്നതാണ് മൂന്ന് പേര്. ആരെ? വിശ്വ തൈജസ പ്രാജ്ഞന്മാർ. ഒരു ജീവനിൽ തന്നെയുള്ള മൂന്നവസ്ഥ. ഇതാണ് അതിന്റെ ഉപായം. വിശ്വ തൈജസ പ്രാജ്ഞന്മാരിലൂടെ എത്തിച്ചേരേണ്ടത് എവിടെ? അല്ലെങ്കിൽ പ്രാപിക്കേണ്ടത്, അറിയേണ്ടത് ആരെ? തുര്യന്. അത് തന്നെയാണ് സ്രഷ്ടാവ്. സ്രഷ്ടാവെന്ന് പറഞ്ഞാൽ സ്രഷ്ടാവിന്റെ യഥാർത്ഥം. വിശ്വനും തൈജസനും പ്രാജ്ഞനും എല്ലാം സൃഷ്ടാവിന്റെ രൂപങ്ങളാണ്. പക്ഷെ അതിന്റെ പരമാർത്ഥ രൂപം എന്ന് പറയുന്ന ആ തുര്യനാണ്. അത് അതിന്റെ വെഷ്ടിയിൽ ജീവഭാവത്തിൽ നമ്മൾ അതിന് സൃഷ്ടാവെന്നൊന്നും വിളിക്കുന്നില്ല, സൃഷ്ടികർത്താവെന്ന് നമ്മളതിനെ പറയുന്നില്ല. പക്ഷെ അതിന്റെ സമഷ്ടിഭാവത്തിൽ അതിനെ തന്നെയാണ് നമ്മൾ സൃഷ്ടികർത്താവെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് അത് തന്നെ രണ്ടായി പിരിഞ്ഞിരിക്കുന്നു. ഒന്ന് അറിയുന്നതിനുള്ള ഉപായമായും മറ്റൊന്ന്
അറിയപ്പെടേണ്ടവനായും അത് തന്നെ തിരിഞ്ഞിരിക്കുന്നു. എന്നിട്ട് താൻ തന്നെ ചുരുക്കത്തിൽ തന്നെ അറിയാൻ ശ്രമിക്കുന്നു. അതാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെന്ന് പറയുന്നത്. അതാണ് ഉപനിഷത്തിന്റെ നിലപാട്. അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇപ്പൊ പറയുന്നത് ത്രയാണാം വിശ്വാദീനാം പൂർവപൂർവ പ്രവിലാപനേന, വിശ്വതേജസ് പ്രാജന്മാര് പൂർവപൂർവത്തിലുള്ളതിനെ നിഷേധിച്ചിട്ട് തുരീയസ്യ പ്രതിപത്തി, തുരീയത്തെ ബോധിക്കുന്നു. ഇത് കർണസാധന പാദശബ്ദ, വിശ്വതേജസ് പ്രാജന്മാരോടുകൂടി ചേർത്തിരിക്കുന്ന ആ പാദശബ്ദം കർണാർത്ഥത്തിലാണ്. പരമാത്മപ്രാപ്തിക്കുള്ള ഉപകരണങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പാദശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. തുരീയസ്യ, തുര്യനെ സംബന്ധിച്ചാണെങ്കിലോ പദ്യതീതി കർമ്മസാധന പാദശബ്ദ, ഗമിക്കപ്പെടേണ്ടത് അറിയപ്പെടേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ കർമ്മ അർത്ഥത്തിൽ, കർമ്മസാധനം എന്ന് വെച്ചാൽ കർമ്മവിത്പത്തി അല്ലെങ്കിൽ കർമാർത്ഥത്തിലുള്ള പാദശബ്ദമാണ് എന്ന് പറഞ്ഞ് തൽക്കാലം അതവിടെ അവസാനിപ്പിക്കാം. സർവം ഹി തദ്ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സോയമാത്മാ ചതുഷ്പാത്